ഗുരുവായൂരപ്പൻ എന്ന് അസന്നിഗ്ധമായി പറയുന്ന ഭട്ടതിരിപ്പാടിൻ്റെ വരികളാണ് ധ്യാനത്തിലൂടെ നമുക്ക് സാക്ഷാത്കരിക്കേണ്ടത്. എല്ലാവരും നിവർന്നിരിക്കുക, ചൂണ്ടുവിരലും തള്ളവിരലൊക്കെ ചേർത്ത്. ശരിക്കും പറഞ്ഞാൽ ചെയർമാൻമാരായിട്ട് ധ്യാനിക്കുന്നത് അത്ര ശരിയല്ല, പക്ഷേ കഴിയുന്നത് നമ്മളൊക്കെ പരിശീലിക്കുന്ന നിലത്തൊക്കെ ഇരുന്ന് ഇപ്പോഴൊക്കെ ഓക്കെയാണ്. പക്ഷെ വീട്ടിൽ ചെന്ന് അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ധ്യാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇരിപ്പ് തന്നെയാണ്. നോക്കൂ, ഇന്ന് നമ്മൾ ഹിന്ദുക്കൾ ശരിക്കും നമ്മുടെ ഋഷിവര്യന്മാർ എഴുതിയതൊക്കെ ഒന്ന് പഠിച്ചിരുന്നെങ്കിൽ 99% രോഗം വരികയാണ്. 99%. പിന്നെ കാലാവസ്ഥയുടെ വ്യതിയാനവും ഫുഡിൽ നിന്നുണ്ടാവുന്നൊക്കെ വരുമായിരിക്കാം. അല്ലാതെ ഇപ്പോൾ ഉള്ള ഒരു നല്ലൊരു ശതമാനം രോഗം നമ്മുടെ ഇരിപ്പ്, നടപ്പ്, കിടപ്പ് ശരിയല്ല, അതൊന്നുണ്ടാവുന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനം നമ്മുടെ ഇരിപ്പ് തന്നെയാണ്. ഇപ്പൊ നോക്കിയാൽ ഒരുവിധം എല്ലാവർക്കും ബാക്ക് പെയിൻ, ഡിസ്ക്. കാരണം ബൈക്ക് ഓടിക്കുന്ന സമയത്തും മറ്റുമൊക്കെ കുനിഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ ബാക്കിലെ മസിൽസിന് ഒരുപാട് ഓവർ വെയിറ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ ഡിസ്ക് അതിൻ്റെ സെന്ററിൽ നിന്ന് അത് അകന്നകത്ത് പോകും. അപ്പൊ നമ്മൾ ഒരു ദിവസം പറയും ഡിസ്ലൊക്കേഷനാണ്, ബാക്ക് പെയിൻ അടിച്ചു. അപ്പൊ ഡിസ്ലൊക്കേഷൻ പലർക്കും പല രീതിയിൽ അത് റിയാക്ട് ചെയ്യും. ചിലർക്ക് ഗ്രോത്ത് കയറി പിടിക്കും, ചിലർക്ക് വേറെ മസിൽസൊക്കെ സ്റ്റിഫായിട്ട് നെർവ്സിനെ അത് എഫക്റ്റ് ചെയ്യും. അങ്ങനെ പലതരത്തിലുള്ള ഡിസ്കിന്റെ പ്രോബ്ലംസ് വരും. അപ്പൊ ഇത് വരാതിരിക്കാൻ ഏറ്റവും നല്ലൊരു മരുന്ന് നിവർന്നിരിക്കണം. അത് ഈ ചെയർ പറ്റില്ല, സ്ട്രെയിറ്റ് ആയിട്ടുള്ള ചെയർ വേണം. ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന കുഴിഞ്ഞിട്ടുള്ളൊരു സാധനമാണ്. ഇവിടെയൊക്കെ കുഴിഞ്ഞ് ഈ സോഫയാണ്. സോഫ ഉപയോഗിക്കാനേ പാടില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പണ്ട് കാലത്തുള്ള ഫ്ലാറ്റ് നമ്മുടെ മരത്തിന്റെ ചെയർ ഉണ്ടല്ലോ, അതാണെങ്കിൽ പിന്നെ ഓക്കെയാണ്. നിങ്ങൾ ഈ സോഫയിൽ ഇരുന്നൊന്നും വീട്ടിലിത് ചെയ്യരുത്. പ്രത്യേകിച്ച് ഇങ്ങനെ കുഴിയുള്ളതിൽ ഇരിക്കരുത്. സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഇരുന്ന് നോക്കൂ. നിങ്ങൾ തന്നെ നോക്കൂ, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാവരും കുനിഞ്ഞിരിക്കുക. ജസ്റ്റ് ഡ്രോപ്പ് യുവർ ബോഡി. കുനിയുക എന്ന് പറഞ്ഞാൽ ബാക്ക് മസിൽസിൽ, നമ്മുടെ പുറകിലെ മസിൽസിന്, ഇരിക്കുന്ന മസിൽസിന് വെയിറ്റ് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഒബ്സർവ് ചെയ്യുക, ബോഡി വെയിറ്റ് കൂടുതലാണോ, ഈ പ്രാണന്റെയൊക്കെ ഫ്ലോ എങ്ങോട്ടാണെന്ന് നിങ്ങൾ സ്വയം ഒബ്സർവ് ചെയ്യുക. ഇനി നട്ടലിലിരിക്കുക, സ്പൈനൊക്കെ സ്ട്രെയിറ്റ് ആക്കിയിട്ട്, വളരെ ഓവർ ഫോഴ്സ് കൊടുക്കണ്ട, ജസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട്. ചെരിഞ്ഞിരിക്കരുത്, ചാഞ്ഞിരിക്കരുത്, കുനിഞ്ഞിരിക്കരുത്, ജസ്റ്റ് സ്ട്രെയിറ്റ്. എന്താണ് ഒബ്സർവ് ചെയ്യുക. അപ്പൊ നമുക്ക് മനസ്സിലാവും പ്രാണന്റെ ഫ്ലോ താഴെ നിന്നും മുകളിലേക്കാണ്. അപ്പൊ വെയിറ്റ് കുറവാണ് ബോഡിക്ക് വെയിറ്റ് ഇല്ല വാസ്തവത്തിൽ. അപ്പൊ അതാണ് ഞങ്ങൾക്കൊക്കെ മണിക്കൂറുകളോളൊക്കെ ഇരിക്കാൻ പറ്റുന്നത്. ഈ ബോഡിക്ക് ശരിക്കും പറഞ്ഞാൽ വെയിറ്റ് ഇല്ല. ഇരിപ്പ് ശരിയാണെങ്കിൽ ബോഡി കണ്ടിന്യൂസ്ലി നമുക്ക് ഇരിക്കാൻ പറ്റും. അത് അതിൻ്റെ ഒരു സത്യം പറയാണ്. അപ്പൊ അത് ശീലിക്കണം, നിവർന്നിരുന്ന് ശീലിക്കണം. കണ്ണടച്ച് റിലാക്സ് ചെയ്യുക, ബോഡി കംപ്ലീറ്റ് റിലാക്സ് ചെയ്യുക. ഓവർ സ്ട്രെസ്സേ കൊടുക്കരുത്. ഷോൾഡർ ലൂസ് ആക്കുക, അരക്കെട്ട് ലൂസ് ആവരുത്. അരക്കെട്ട് നിവർന്നിരിക്കുന്ന വേണം, എന്നാൽ ഷോൾഡർ ലൂസ് ആക്കുക. ശ്വാസം നല്ലവണ്ണം ഉള്ളിലേക്ക് എടുക്കുക. ഒരുമിച്ച് ഓങ്കാരം നീട്ടി ജപിക്കുക. ഓങ്കാരം ജപിക്കുന്ന സമയത്ത് 2 എക്സസൈസാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഒന്ന്, നട്ടെല്ലിനെ താഴെ നിന്ന് മുകളിലേക്ക് വലിച്ചുകൊണ്ടിരിക്കണം. നട്ടെല്ല് നല്ലവണ്ണം സ്ട്രെയിറ്റ് ആക്കണം. നട്ടെല്ല് വലിക്കുമ്പോൾ അപാന പ്രാണൻ തലയിലുള്ള പ്രാണശക്തിയിലേക്ക് കണക്ട് ചെയ്യും. അപ്പൊ നമ്മൾ നമ്മുടെ ഈ പ്രാണ അപാന ശക്തികളെ കറക്റ്റ് ചെയ്യാണ്. അപാനശക്തി വളരെ പവർഫുൾ ആകുമ്പോൾ ഗ്രാവിറ്റി, ഇപ്പം നമ്മുടെ ഭൂമിയിലെ ഗ്രാവിറ്റി എന്ന് പറഞ്ഞ പോലെ അത് പവർഫുൾ ആകുമ്പോഴാണ് ഇമോഷണലി പെട്ടെന്ന് നമ്മൾ ബ്രേക്ക് ഡൗൺ ആവുക. അതാണ് ദേഷ്യമൊന്നും നമുക്ക് പിടിച്ചാൽ കിട്ടാത്തത്, പല വികാരങ്ങളും നമുക്ക് പിടിച്ചാൽ കിട്ടാത്തത്. പ്രാണശക്തി എന്ന് പറയുന്നത് അത് എബോവ് ഗ്രാവിറ്റിയാണ്. റോക്കറ്റൊക്കെ ഉപയോഗിച്ച് ഭൂമിയുടെ ആകർഷണ വലയത്തിന് അപ്പുറത്തേക്ക്, ഇതുപോലെ നമ്മുടെ ഇമോഷന്റെ ആകർഷണത്തിന്റെ അപ്പുറത്തേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. അപ്പൊ അതിനെ ഈ നട്ടലിൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വലിക്കുന്നതോറും അപാനന്റെ പവർ മുഴുവൻ പ്രാണനിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടും. കാൺ ഡിസ്ട്രോയ് എനർജി, ബട്ട് യു ക്യാൻ കൺവേർട്ട് എനർജി. ഇപ്പൊ ഒരു കൺവേർഷൻ നടക്കുകയാണ്, എനർജി കൺവേർഷൻ. അതേസമയം നമ്മൾ ഓങ്കാരം ചൊല്ലുന്ന സമയത്ത് ഉള്ളിൽ എൻജോയ് ചെയ്യുക, പീസ്ഫുൾനെസ് എൻജോയ് ചെയ്യുക. അപ്പൊ നിങ്ങൾ വെറുതെ ബലം പിടിക്കുക മാത്രം പോരാ, ബലം ഇത്തിരി വേണം, ഓവർ ബലം പിടിക്കരുത്. അതേസമയം നമ്മൾ ഉള്ളിൽ അങ്ങനെ പീസ്ഫുൾനെസ്,
കാംനെസ് എൻജോയ് ചെയ്യണം. ഇതിൻ്റെയൊക്കെ പിന്നിൽ അനന്തബോധം, അനന്തബോധം, ഞാൻ പോലുമല്ല, അനന്തബോധം. അതിൽ നിന്നാണ് ഞാൻ പോലും ഉണർന്നു വരുന്നത്, ഞാനതിൻ്റെ ഒരു അംശമാണ് എന്നുള്ള ഒരു എളിമയും വിനയവും ഒക്കെ ഉള്ളവരായി മാറുക. ഓക്കെ, അപ്പം നിവർന്നിരിക്കുക. ഒരുമിച്ച് തുടങ്ങാം. ഓ ഷോൾഡർ ലൂസ് ആക്കണം. തന്നിലേക്ക് ശ്രദ്ധിച്ച് ഒരു പോയിന്റ് നിങ്ങൾ ഉറപ്പിക്കണം. ബോധം എന്ന അനന്ത ഊർജം, അത് എന്താണെന്ന് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. കാരണം അതിന് പ്രത്യേക രൂപമില്ല, ഷെയ്പ്പില്ല, അതിനൊരു ഗുണഭാവങ്ങളില്ല, നിറമില്ല. പക്ഷെ ആ ബോധം എന്നൊരു ശക്തി ഇല്ലെങ്കിൽ മനസ്സുമില്ല, ശരീരവുമില്ല, ഒന്നുമില്ല. അപ്പൊ ആ ബോധം എന്നൊരു ശക്തിയാണ് ഇതിനെല്ലാം ആധാരം, ആശ്രയം, അടിസ്ഥാനം. ഇപ്പൊ മോഡേൺ ഫിസിക്സ് പറയുന്ന പോലെ ദിസ് മാസ് ഇസ് നത്തിങ് ബട്ട് എനർജി. എനർജിയാണ് അബ്സല്യൂട്ട്, എനർജിയാണ് റിയൽ. ബാക്കിയുള്ളതൊക്കെ ഒരു ഇല്യൂഷണറി ആയിട്ട് നമ്മൾ കാണുന്നു. കേവലം ഒരു ഇല്യൂഷൻ, ഒരു താൽക്കാലിക പ്രതിഭാസം. ഇതുപോലെ ഈ ശരീരവും, എല്ലാ ശരീരവും ഒരു പ്രതിഭാസം. ഇപ്പോഴുണ്ട്, നാളെ ഉണ്ടാകുമോ നമുക്കറിയില്ല. പക്ഷെ ഊർജം, ബോധം അത് നിറഞ്ഞു നിൽക്കുന്നതാണ്. അതിന് നാശമില്ല. അനശ്വരമായ ബോധം, നാശമില്ലാത്ത ബോധം, അതിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്യപ്പെടേണ്ടത്. അപ്പൊ ആ കാര്യം നമ്മുടെ ഉള്ളിൽ ക്ലിയർ ആക്കുക. എനിക്ക് കണക്ട് ചെയ്യേണ്ടത് അനന്തബോധമാണ്, അതിന് രൂപമില്ല. അതാണ് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട്. കാരണം മനസ്സിനെ എന്തെങ്കിലും പറഞ്ഞൊന്ന് അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അതിനൊരു ഷെയ്പ്പില്ല, അതിനൊരു നിറമില്ല, അതിനൊരു ഭാവമില്ല. അപ്പൊ എന്താ വഴി? നമ്മൾ സറണ്ടർ, 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 അതിലേക്ക് നമ്മളെ സമർപ്പിക്കുക. എന്നിട്ടത് ഫീൽ ചെയ്യുക. മനസ്സ് നിശബ്ദമാവുന്നിടത്താണ് ബോധം പ്രകാശിക്കുന്നത്. ആ മനസ്സിന്റെ ശാന്തത, അത് വരുത്താനാണ് നമ്മളങ്ങനെ മനസ്സിനെ കുറച്ചു നേരം ധ്യാനത്തിൽ, ഏകാഗ്രതയിൽ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നത്. വെറുതെ ശൂന്യമാക്കരുത് മനസ്സ്. ബോധം എന്ന സത്യത്തെ തന്നെ മനസ്സിൽ ഓർമ്മിപ്പിക്കുക. മനസ്സെ നീ നിലനിൽക്കുന്നതിന് കാരണം അനന്തബോധം, അതില്ലെങ്കിൽ നീ ഉണരുകയില്ല. വീണ്ടും ശ്വാസം എടുക്കുക നല്ലവണ്ണം. ഒരുമിച്ച് ഓങ്കാരം തേറ്റി ചൊല്ലണം. നേരത്തെ പറഞ്ഞ പോലെ നട്ടെല്ല് മുകളിലേക്ക് വലിച്ചുകൊണ്ട് ചൊല്ലണം. ഓ
നേരത്തെ ചെയ്തതുപോലെ റിലാക്സ് ചെയ്യണം. ഷോൾഡറിനെ ലൂസാക്കി വിടണം. അരക്കെട്ട് നിവർന്നിരിക്കണം. ഉള്ളിലേക്ക് തന്നെ അലിഞ്ഞു ചേരണം. പുറത്തുള്ള ശബ്ദം കേൾക്കുമ്പോഴും ബോധമെന്ന ആ ഒരു മീഡിയത്തിലാണ്, അല്ലെങ്കിൽ ആ ഒരു സത്യത്തിലാണ് ഈ ശബ്ദം സത്യമായി തീരുന്നത്. സ്വയം ചോദിക്കുക, ഈ ശബ്ദം എനിക്ക് സത്യമായത്, അതായത് ഞാൻ കേൾക്കാൻ സാധിക്കുന്നത്, അതുണ്ടെന്ന് എനിക്ക് ഉറപ്പുവരുത്താൻ സാധിക്കുന്നത് ബോധമുള്ളത് കൊണ്ടല്ലേ? ബോധമുള്ളത് കൊണ്ടല്ലേ എന്ത് ശബ്ദവും നാം കേൾക്കുന്നത് സത്യമാണെന്ന് തോന്നുന്നത്? കാഴ്ചകൾ സത്യമാകുന്നതിന് കാരണം ബോധമുള്ളത് കൊണ്ടല്ലേ? ബോധമില്ലെങ്കിൽ എന്തെങ്കിലും ഇവിടെ സത്യമുണ്ടോ? അപ്പൊ ബോധം എന്ന സത്യത്തിലല്ലേ എല്ലാം സത്യവും നിൽക്കുന്നത്? ആ ബോധം തന്നെയാണ് ഗുരുവായൂരപ്പൻ. ഞാനിപ്പോൾ ഗുരുവായൂരപ്പന്റെ കൂടെയാണ്, അല്ലെങ്കിൽ ഗുരുവായൂരപ്പനിലാണ്. മറ്റുള്ളവരൊക്കെ ഗുരുവായൂരപ്പന്റെ വിഗ്രഹത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ നാം യഥാർത്ഥ ഗുരുവായൂരപ്പന്റെ കൂടെ, ഗുരുവായൂരപ്പനിൽ അലിഞ്ഞുകൊണ്ട്, ചേർന്നുകൊണ്ട്, പടതിരിപ്പാട് പറയുന്ന പോലെ നിർലീന അനേകമുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധോ. എത്രയോ ഗുരുക്കന്മാര്, മഹാന്മാര് നിർലീനമായി തീർന്ന ആ ഗുരുഭവനപുരി പുരാധീശ്വരനായിരിക്കുന്ന നിർമ്മല ബ്രഹ്മസിന്ധുവിലാണ് നമ്മളിപ്പോൾ സത്യത്തിൽ ചേർന്ന് അലിഞ്ഞ് ആസ്വദിച്ചു നിൽക്കുന്നത്. ഗുരുവായൂരപ്പന്റെ സവിധത്തിൽ നിൽക്കാൻ സാധിച്ച സുകൃതിയാണ് നമ്മൾ. ഒരിക്കൽ കൂടി ഓംകാരം ചൊല്ലാം. ശ്വാസം നല്ലവണ്ണം എടുക്കണം. ഒരുമിച്ച് നീട്ടി ചൊല്ലണം. ഓ ഷോൾഡർ ലൂസാക്കണം. അരക്കെട്ട് നിവർന്നിരിക്കണം. തന്നിലേക്ക് തന്നെ അലിഞ്ഞു ചേർന്ന് ബോധം തന്നെയാണ് ഗുരുവായൂരപ്പൻ. ബോധമാണ് എല്ലാറ്റിനും സത്യം കൊടുക്കുന്നത്. ബോധമുള്ളത് കൊണ്ടാണ് ഞാനെന്ന് പോലും എനിക്ക് പറയാൻ പറ്റുന്നത്. ആ ഞാൻ പോലും സത്യമാകുന്നത് ബോധം ഉണർത്തുന്നത് കൊണ്ടാണ്. ഉറക്കത്തിൽ ഞാനില്ല, പക്ഷെ ബോധമുണ്ട്. ബോധം തന്നെയാണ് ഗുരുവായൂരപ്പൻ. ആ ഗുരുവായൂരപ്പനോടൊന്നിച്ച് ഇരിക്കുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ശാന്തി, സുഖം, സ്വസ്ഥത, സമാധാനം, ഇത് തന്നെയാണ് ശക്തി. മനസ്സിൽ എന്തെങ്കിലും ഒരു മന്ത്രം ചൊല്ലി ഇരിക്കണം, അല്ലെങ്കിൽ മനസ്സ് കൈവിട്ടു പോകും. കൂടുതൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നാളെ പരിശീലിക്കാം. എല്ലാവരും ഏറ്റുചൊല്ലണം ചൊല്ലുന്ന മന്ത്രങ്ങൾ. വക്രതുണ്ഡ മഹാകായ കോടി സൂര്യ സമപ്രഭാ നിർവിഘ്നം കുരു മേ ദേവാ
സർവകാര്യേഷു സർവദാ ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമജലം സർവദീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരീ നാരായണി നമോസ്തുതേ. ശരണാഗത ദീനാർത്ത പരിത്രാണപരായണേ സർവസ്യാർത്തി ഹരേ ദേവി നാരായണി നമോസ്തുതേ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപരാ രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹാപ്രഭോ. ത്വമേവ മാതാ ച പിതാ ത്വമേവ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ
ത്വമേവ സർവം മമ ദേവദേവ ത്വമേവ സർവം മമ ദേവദേവ ഓം ശാന്തി ശാന്തി ശാന്തി. ശ്രീ നമഃ. ഹരി ഓം. കൈ നല്ലവണ്ണം തിരുമ്മി കണ്ണും മുഖവും തുടച്ച് നല്ലവണ്ണം തുടച്ച് കൈകളിലേക്ക് നോക്കി, എന്നിട്ട് അടുത്തിരിക്കുന്നവരൊക്കെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച് നമ്മുടെ ദിവസം തുടങ്ങണം. എല്ലാവരും ഏറ്റു ചൊല്ലണം. കൈ അടിച്ചു പാടണം, കൈ കൊട്ടി പാടണം. നമ്മളിതൊക്കെ ഒരു എല്ലാവരും ചികിത്സയാണ്. നമ്മളിങ്ങനെ കൈ കൊട്ടുന്ന സമയത്ത് നമ്മൾ നമ്മുടെ തലച്ചോറിനുള്ള ചില വെയിൻസിനൊക്കെ പവർ കൊടുക്കുകയാണ്. അതുപോലെ ഹാർട്ടിലുള്ള ആർട്ടറീസിനൊക്കെ വളരെ പവർ കൊടുക്കുക. അപ്പം ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് ഇതൊക്കെ വരാതിരിക്കാനുള്ളൊരു നല്ല ട്രീറ്റ്മെന്റ് ആണ് ഈ കൈക്കൊട്ടലൊക്കെ. അതിന് മരുന്ന് കഴിക്കലല്ല ഒരു പ്രതിവിധി. ഇതൊക്കെ ഇങ്ങനെ കുറെ തെറാപ്പികൾ നമ്മുടെ പൂർവികര് നമ്മുടെ സംസ്കൃതിയോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്കത് മനസ്സിലായില്ല. എന്നാൽ ഇതൊക്കെ ഒന്ന് പഠിക്കാൻ ഇന്നിപ്പോ വിദേശികൾ ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് ഹിന്ദുമതം ലോകത്തിൽ വ്യാപിക്കുകയാണ്. ഇന്ത്യയിൽ അത് വെറും ഒരു തൊഴുതുപോകൽ ചടങ്ങായി മാറിപ്പോയി. അപ്പൊ നമ്മളെ കൂടുതൽ ബോധവാന്മാരാക്കാൻ നമ്മുടെ പൂർവികർക്ക് പറ്റിയിട്ടില്ല. അപ്പൊ അത് പഠിക്കണം. നമ്മൾ എല്ലാവരും ഒന്ന് കൈയൊക്കെ കൊട്ടി പാടണം. ഹൃദയ കേട്ടിരുന്ന് പാടിയ പോരാ. ഇത് ശരീരമാദ്യം കലു ധർമ്മസാധന. രോഗമില്ലാത്തൊരു ശരീരവും അതുപോലെ തന്നെ ദുർബലമാവാത്തൊരു മനസ്സും, ഇതൊക്കെയാണ് നമ്മുടെ ലക്ഷ്യം. മരിക്കുന്നത് വരെ ഇതൊക്കെ നേടിയെടുക്കാൻ അതിനെന്താ വേണ്ടത്? ഇങ്ങനെയൊക്കെയുള്ള ഒരു പരിശീലനങ്ങളാണ്. ഹരിയുടെ കാലിൽ വീഴാതാർക്കും പരിതാപാഗ്നിശമിക്കില്ല. ഹരിയുടെ വീഴാതാർക്കും പരിതാപാഗ്നിശമിക്കില്ല. നിത്യം ഗുരുവേ വണങ്ങാതാർക്കും നിർവാണ സുഖം കിട്ടില്ല. നിത്യം ഗുരുവേ വണങ്ങാതാർക്കും നിർവാണ സുഖം കിട്ടില്ല. നാമജപത്തിൽ മുഴുകാതാർക്കും ഈശനിലെത്താനാവില്ല. നാമജപത്തിൽ മുഴുകാതാർക്കും ഈശനിലെത്താനാവില്ല. ഭക്തിരസത്തിൽ ലയിക്കാതാർക്കും അവസ്ഥ ലഭിക്കില്ല. ഭക്തിരസത്തിൽ ലയിക്കാതാർക്കും അവസ്ഥ ലഭിക്കില്ല. ഹരിയുടെ കാലിൽ വീഴാതാർക്കും ഹരിതാപാഗ്നിശമിക്കില്ല. ഹരിയുടെ കാലിൽ വീഴാതാർക്കും
പരിതാപനിശമിക്കില്ല. നിത്യം ഗുരുവേ വണങ്ങാതാർക്കും നിർവാണ സുഖം കിട്ടില്ല. നിത്യം ഗുരുവേ വണങ്ങാതാർക്കും നിർവാണ സുഖം കിട്ടില്ല. ജ്ഞാനജപാദിക ചെയ്തേതാത്തൊൻ ആനന്ദാമൃതമുന്നില്ല. ജപാദികൾ ചെയ്തേതാത്തൊൻ ആനന്ദാമൃതമുന്നില്ല. കർമ്മം ദയയും കൂടാതെ സത്കർമ്മം ചെയ്യാൻ കഴിയില്ല. കർമ്മം ദയയും കൂടാതെ സത്കർമ്മം ചെയ്യാൻ കഴിയില്ല. ഹരിയുടെ കാലിൽ വീഴാതാക്കും പരിതാപനിശമിക്കില്ല. ഹരിയുടെ കാലിൽ വീഴാതാക്കും പരിതാപനിശമിക്കില്ല. നിത്യം ഗുരുവേ വണങ്ങാതാർക്കും നിർവാണ സുഖം കിട്ടില്ല. നിത്യം ഗുരുവേ വണങ്ങാതാർക്കും നിർവാണ സുഖം കിട്ടില്ല. സംഘം മുഴുവനുപേക്ഷിക്കാതെ സംസാരാഗ്നിക്കെതോകില്ല. സംഘം മുഴുവനുപേക്ഷിക്കാതെ സംസാരാഗ്നിക്കെതോകില്ല. ഉള്ളില സൂര്യയൊഴിഞ്ഞിടാതെ ഭഗവാൻ നേരിൽ വരുകില്ല. ഉള്ളില സൂര്യയൊഴിഞ്ഞിടാതെ പരിതാപനിശമിക്കില്ല. ഹരിയുടെ കാലിൽ വീഴാതാർക്കും പരിതാപനിശമിക്കില്ല. നിത്യം ഗുരുവേ വണങ്ങാതാർക്കും നിർവാണ സുഖം കിട്ടില്ല. നിത്യം ഗുരുവേ വണങ്ങാതാർക്കും നിർവാണ സുഖം കിട്ടില്ല. നേരിട്ടീശനെ ദർശിക്കാതെ നേരെന്താണെന്നറിയില്ല. ഈശനെ ദർശിക്കാതെ നേരെന്താണെന്നറിയില്ല. എല്ലാം ഈശ്വരനെന്നറിയാതെ അല്ലലോടുക്കാൻ വഴിയില്ല. എല്ലാം ഈശ്വരനെന്നറിയാതെ അല്ലലോടുക്കാൻ വഴിയില്ല. ഹരിയുടെ കാലിൽ വീഴാതാർക്കും പരിതാപനിശമിക്കില്ല. ഹരിയുടെ കാലിൽ വീഴാതാർക്കും പരിതാപനിശമിക്കില്ല. നിത്യം ഗുരുവേ വണങ്ങാതാർക്കും നിർവാണ സുഖം കിട്ടില്ല. നിത്യം ഗുരു
ഗുരുവേ വണങ്ങാതാകും നിർവാണ സുഖം കിട്ടില്ല. ഭക്തനു തുണയും തോഴനു താങ്ങും ഭഗവാനല്ലാതിങ്ങില്ല. ഭക്തനു തുണയും തോഴനു താങ്ങും ഭഗവാനല്ലാതിങ്ങില്ല. ഈശ്വരൻ നമ്മോടൊത്തുള്ളപ്പോൾ ആശ്രയമറ്റവരാണോ നാം? ഈശ്വരൻ നമ്മോടൊത്തുള്ളപ്പോൾ ആശ്രയമറ്റവരാണോ നാം? ഹരിയുടെ കാലിൽ വീഴാതാർക്കും ഹരികാപാഗ്നിശമിക്കില്ല. ഹരിയുടെ കാലിൽ വീഴാതാർക്കും ഹരിതാപാഗ്നിശമിക്കില്ല. നിത്യം ഗുരുവേ വണങ്ങാതാർക്കും നിർവാണ സുഖം കേട്ടില്ല. നിത്യം ഗുരുവേ വണങ്ങാതാർക്കും നിർവാണ സുഖം കിട്ടില്ല. നിർവാണ സുഖം കേട്ടില്ല. നിർവാണ സുഖം കിട്ടില്ല. നിർവാണ സുഖം കിട്ടില്ല. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. എല്ലാവരും ഒന്ന് നിവർന്നിരുന്ന് ഉറക്കം പറഞ്ഞ് മ്യൂസിക് സിസ്റ്റം ഒന്ന് ഡൗൺ ആക്കിയിട്ട് വോളിയം കുറച്ച് കൂട്ടും. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. വാസുദേവായ നമോ വാസുദേവായ. വാസുദേവായ നമോ വാസുദേവായ. വാസുദേവായ നമോ വാസുദേവായ. വാസുദേവായ നമോ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ ഗോവിന്ദ വാസുദേവായ. ശ്രീകൃഷ്ണ ഗോവിന്ദ വാസുദേവായ. ശ്രീകൃഷ്ണ ഗോവിന്ദ വാസുദേവായ. ശ്രീകൃഷ്ണ ഗോവിന്ദ വാസുദേവായ. ആനന്ദ നന്ദന വാസുദേവായ. ആനന്ദ നന്ദന വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അച്യുതാ മാധവ വാസുദേവായ. അച്യുതാ മാധവ വാസുദേവായ. അച്യുതാ മാധവ വാസുദേവായ. അച്യുതാ മാധവ വാസുദേവായ. സച്ചിദാനന്ദ ഹേ വാസുദേവായ. സച്ചിദാനന്ദ ഹേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ
ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. വാസുദേവായ നമോ വാസുദേവായ. വാസുദേവായ നമോ വാസുദേവായ. വാസുദേവായ നമോ വാസുദേവായ. വാസുദേവായ നമോ വാസുദേവായ. ഓം നമോ ഭഗവതേ 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 വാസുദേവായ. വാസുദേവായ നമോ വാസുദേവായ. വാസുദേവായ നമോ വാസുദേവായ. വാസുദേവായ നമോ വാസുദേവായ. വാസുദേവായ നമോ വാസുദേവായ. ഓം നമോ ഭഗവതേ 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 വാസുദേവായ. വാസുദേവായ നമോ വാസുദേവായ. വാസുദേവായ നമോ വാസുദേവായ. വാസുദേവായ നമോ വാസുദേവായ. വാസുദേവായ നമോ വാസുദേവായ. ഓം നമോ ഭഗവതേ 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 വാസുദേവായ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരും നിവർന്നിരുന്ന് ഏറ്റുചൊല്ല. നമുക്ക് ഭാഗവതത്തിലേക്ക് പ്രവേശിക്കണം. അപ്പൊ അതിന്റെ ധ്യാന ശ്ലോകം എല്ലാവരും ഏറ്റുചൊല്ലാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കണ്ണടച്ച് ഗുരുവായൂരപ്പന്റെ രൂപമൊക്കെ മനസ്സിൽ കണ്ട് ഏറ്റുചൊല്ലാം. സംസാരസാഗരേ മഗ്നം സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ മാം കരുണാനിധേ കർമ്മഗ്രാഹഗൃഹീതംഗം കർമ്മഗ്രാഹഗൃഹീതാംഗം മാമുദ്ധര പവർണ്ണ
മാമുദ്ധര ഭവാന്നവ. ശ്രീമദ്ഭാഗവതാഖ്യോയം ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി. സ്വീകൃതോऽസി മയാ നാഥ സ്വീകൃതോऽസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ മുക്ത്യർത്ഥം ഭവസാഗരേ. മനോരഥോ മദീയോയം മനോരഥോ മദീയോയം സഫല സർവദാ ത്വയാ സഫല സർവദാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യ നിർവിഘ്നേനൈവ കർത്തവ്യ. ദാസോഹം തവ കേശവ ദാസോഹം തവ കേശവ. ശുഖരൂപ പ്രബോധജ്ഞ സുഖരൂപ പ്രബോധജ്ഞ സർവശാസ്ത്ര വിശാരദ സർവശാസ്ത്ര വിശാരദ. ഏതക്കഥാ പ്രകാശേന ഏതൽ കഥാ പ്രകാശേന മദജ്ഞാനം വിനാശയ മദജ്ഞാനം വിനാശയ. കൃഷ്ണായ വാസുദേവായ കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ ഗോവിന്ദായ നമോ നമഃ. നാമസങ്കീർത്തനം യസ്യ നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമന പ്രണാമോ ദുഃഖശമന. നമാമി ഹരിം പരം തം നമാമി ഹരിം പരം. പ്രണാമോ ദുഃഖശമന പ്രണാമോ ദുഃഖശമന. നമാമി ഹരിം പരം തം നമാമി ഹരിം പരം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം ഭവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം സാംബ സദാ ശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം ഹരിഹര പുത്ര ശിതവത്സല ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം 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 മേ തവ ചരണയുഗം മേ തവ ചരണയുഗം ശരണം മേ തവ ചരണയുഗം ശരണം മേ തവ ശരണയുഗം
ഗോവിന്ദനാമ സങ്കീർത്തനം. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. ജന്മാദ്യസ്യ യതോന്മയാദിതരതശ്ചാത്വേഷ വിഘ്നസ്വരാട് തേനേ ബ്രഹ്മഹൃദായാദികവേ മുഹ്യന്തിയൽ സൂരയ തേജോ വാരിമതാവിതാ വിനിമയോ ഇത്രർത്ഥ സർഗോമിഷാം നാംനാ സ്വേന സദാ നിരസ്തകുഹം സത്യം പരം ധീമഹി ധർമ്മപ്രോജിതഹിതപത്രപരമോ നിർമ്മത്സരാണം സദാം വേദ്യം വാസവമത്ര വസ്തുവദം താപത്രയോന്മൂലനം ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരേരീശ്വര സദ്യോ ഹൃദ്യവരുദ്ധ്യതേ ത്രിദിവി ശുശ്രൂഷിഭിത്തക്ഷണാൽ നിഗമകൽപതരോർഘളിതം ഫലം ശുഖമുഖാദമൃതദ്രവ സംയുതം ഫലം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാം യം പ്രവ്രതന്തമനുഭേദമഭേദകൃത്യം ദ്വൈപായനോ വിരഹകാതരാജുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനേതു തം സർവബോധഗതയം മുനിമാനതോസ്മി യസ്വാനുഭാവമഖിലശ്രുതിസാരമേകമധ്യാത്മദീപം അതിതിദീക്ഷതം തമുന്തം സംസാരിണം കരുണയാഗ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയൽ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം.